ജഗദീശൻ, അങ്ങനെയാണ് ഫുൾ നെയിം. അതെ, ബീന ജഗദീശൻ. എവിടുന്നാ വരുന്നത് ചേച്ചി? ഞാൻ എറണാകുളം ജില്ലയിൽ നായരമ്പലം എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താണ്. ഓക്കെ, മിമിക്രി ആണോ ചെയ്യാറുള്ളത് അതോ സൗണ്ട് ആണോ, എന്താണ് ശരിക്കും? ശബ്ദാനുകരണം ഫിലിം സ്റ്റാർസിന്റെയും അതുപോലെ തന്നെ പൊളിറ്റീഷ്യന്റെ ഒക്കെ ശബ്ദാനുകരണം ആണ്. ഓക്കെ, പൊളിറ്റീഷ്യന്റെ സൗണ്ട് ഒക്കെ എടുക്കുന്നു ചോദിച്ചാൽ പ്രൊഫഷണലി ചേച്ചി എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ നായരമ്പലം പഞ്ചായത്തിന്റെ മെമ്പറാണ്, 6ാം വാർഡ് മെമ്പറാണ്. അടിപൊളി. ഓക്കെ, അതെ അതെ, അതേ സ്റ്റോപ്പ് വടക്ക് ഭാഗത്താണ് എന്റെ വീട്. ശരി, അപ്പൊ ഇന്ന് ആരാണ് ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇപ്പൊ മിമിക്രി എന്ന് പറയുമ്പോൾ മിമിക്രി ഞാൻ വന്ന നമ്മുടെ കലാഭവൻ നാരായണൻകുട്ടി ചേട്ടന്റെ ശബ്ദം ആണ് ഞാനിപ്പോ. ഓക്കെ, കേട്ടു നോക്കാം. ഹലോ 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 മൈസ്റ്റർ, ഹലോ ഹലോ എൻ്റെ പൊണ്ണ് സാറുമാരെ, ഞാനും 17 പേരും 38 ദിവസം കൊണ്ട് ചാനലിൽ കുടുങ്ങിപ്പോയിന്. ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ ഒരു പത്രമില്ല, ഒരു മൊബൈൽ ഫോണില്ല, കശിയും കറിയും വെക്കാൻ ഞാൻ എൻ്റെ കാലമുണ്ടായി. പിന്നെ 10-35 ക്യാമറ അവിടെ ഇവിടെ ഒക്കെ തൂക്കിയിരിക്കുന്നു. ശരിക്കും പറയാനില്ല, ജയിൽ പുലികൾ പോലെ. ജയിൽ പുലികൾക്ക് പിന്നെയും കോടതി പോകുമ്പോൾ ജനങ്ങളെ കാണാൻ പറ്റും, ഇത് അതുമില്ല. എൻ്റെ പൊണ്ണോ മാതയും കൊതും കെട്ടും. സൂപ്പർ സൂപ്പർ, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഒരു രാഷ്ട്രീയ പ്രമുഖനാണ്, KPCCയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ശ്രീ MM ഹസൻ സാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലക്കോ KPCCയുടെ മുൻ പ്രസിഡന്റ് എന്ന നിലക്കല്ല നാം സംസാരിക്കുന്നത്. അമൃത ചാനലിൻ്റെ കോമഡി മാസ്റ്റേഴ്സ് എന്ന പരിപാടി ഞാൻ ആത്മാർത്ഥമായി കാണുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടി കണ്ടതിന് ശേഷം പൊട്ടിച്ചിരിക്കാൻ ഞാൻ പഠിച്ചു എന്നുള്ള സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. സൂപ്പർ സൂപ്പർ ചേച്ചി, സൂപ്പർ. നെക്സ്റ്റ്. അടുത്തത് നമ്മുടെ ബിജുക്കുട്ടൻ. ബിജുക്കുട്ടൻ, അയ്യോ എന്റെ ദൈവമേ, അടിപൊളി. ഓക്കെ, മീൻചേച്ചി സൂപ്പർ ആയിരുന്നിട്ട് എന്തൊക്കെ ഇറാണിക്കാണ് ശരിക്കും പറയാനില്ല. സജനമോളും മീൻചേച്ചിയും ഈ പറവൂരിൻ്റെ അഭിമാനമാണ്. ഇപ്പൊ നമ്മുടെ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ മിമിക്രിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ മഞ്ജു വാര്യർ വന്ന സമയത്ത് പറവൂരിൻ്റെ അഭിമാനമായി ചേച്ചിയൊക്കെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ലോ. അടിച്ചു കലക്കി കിട്ടുക്കാച്ചിയായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എന്റെ ദൈവമേ, സൂപ്പർ സൂപ്പർ, അടിപൊളി. അപ്പം ഇനി ഏതാണ് അടുത്ത ഐറ്റം? ഞാനിപ്പോൾ മിമിക്രി രംഗത്തേക്ക് അറിയപ്പെടുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം ചെയ്തത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് KR ഗൗരിയമ്മയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഗൗരിയമ്മ ഇപ്പോൾ ഇല്ല, അപ്പോൾ ആ ശബ്ദം ഞാനൊന്ന് അനുകരിക്കാം. ഞാൻ ഏതൊരു ഇൻ്റർവ്യൂ ചെന്നാലും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗൗരിയമ്മക്ക് സ്വർണ്ണാഭരണങ്ങളോട് വലിയ ഭ്രമമാണോന്ന്. ഞാൻ എന്തിനാണ് പറയണം? ഞാൻ സ്വർണ്ണാഭരണങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വക്കീലിന് പഠിക്കുന്ന കാലത്ത് മുട്ടോളം വളകളും നെക്ലസും മറ്റും ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ആരാധകയും ഭക്തിയുമുള്ള ആളായിരുന്നു. ഇത് പറയുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, ഒരു വിശ്വാസക്കുറവുമില്ല, ആക്ഷേപവും ഇല്ല. ഉണ്ട്. പിന്നെ അല്ല, ഏതാ ഇനി അടുത്തത്? അടുത്ത നമുക്ക് സുരേഷ് കൃഷ്ണ. ഈ പെണ്ണെന്ന വിഷയത്തിൽ നമ്മൾ വാശി പിടിക്കരുത്, തമ്മിലിടയരുത്. ഒരു തുകൽ മറ്റൊരുത്തി. എന്റെ കാര്യത്തിൽ പെണ്ണ രുചിയല്ല. ഇത് കണ്ടോ, 1 കോടി രൂപയാ. ഇതുപോലെ പല കോടികൾ ഞാൻ ഉണ്ടാക്കിയത് പെണ്ണു കച്ചവടം നടത്തിയത് തന്നെയാ. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ഷെയർ തരാം, പെണ്ണും പണവും. അടുത്തത് നമ്മുടെ ഗോപൻ സാർ, പരസ്യമൊക്കെ പറയുന്നത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഒരു സാധാരണ പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന പുകയുടെ അളവ് ഇത്രയുമാണ്. അത് നിങ്ങളെ വലിയ രോഗിയാക്കും. ക്യാൻസർ എന്ന വലിയ രോഗി. നിങ്ങളെ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് ശബ്ദം അതും കൂടെ ചെയ്യണം. ഓക്കെ, ശരി ശരി. 5 വർഷക്കാലം UDF ഗവൺമെൻറ് സമാധാനപരമായിട്ട് ജനങ്ങൾക്ക് അനുയോജ്യമായി ഭരിക്കുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴും എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഞാൻ പറഞ്ഞു തീരട്ടെ എന്നിട്ട് എല്ലാ വോട്ടും വാരിക്കോരി കൊണ്ടുപോയി. എന്നിട്ട് വല്ലതും ചെയ്തോ? ഇത്ര ഈ ചെയ്തത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വന്നിട്ട് ഇത്രയും സൗണ്ടുകൾ എടുക്കുന്ന. നമ്മൾ കണ്ടിട്ടുണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വന്നിട്ട്
സൗണ്ട് ചെയ്യണുണ്ട്. പക്ഷെ ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു ആള് വന്ന് ഇത്രയും മനോഹരമായിട്ട് ചെയ്യുന്നത് അപൂർവമാണ്. വീട്ടിൽ ചില പിള്ളേർ പറയും, ഓ ഉമ്മൻചാണ്ടി സാർ എന്താണ് മുഴുവൻ തീർത്തത് പറയും. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഈ പെർഫോമൻസിനെ പറ്റി നമ്മുടെ മാസ്റ്റേഴ്സിന് എന്താണ് പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നാദശിക, ആദ്യം ഏറ്റവും കൂടുതൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനെയും മക്കളെയാണ്. കാരണം ഈ കലാകാരി, ആ ഉള്ളിലുള്ള കലാകാരിയെ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് മനസ്സിലാഗ്രഹം തോന്നിയപ്പോൾ ഇത്തരത്തിലുള്ളൊരു വേദിയിലേക്ക് ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഡൻസ്. സാധാരണഗതിയിൽ ചിലപ്പോൾ മക്കൾ ഒരു അമ്മയ്ക്ക് വേറെ പണിയില്ലേ, അമ്മ എന്തിനാണ് അവിടെ വെറുതെ പിന്നെ നാണക്കേടെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മക്കൾ അങ്ങനെ പറയും. സാധാരണ ഏറ്റവും ഫ്രീഡം കാണിക്കുന്നത് അമ്മമാരോട് മക്കളും, മക്കളോട് അമ്മമാരുമാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒക്കെ പറയാണ്. ഇപ്പോൾ ഞാനൊക്കെ വീട്ടിലിരുന്നിട്ട് പാട്ട് എഴുതുകയും മ്യൂസിക് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മക്കളേക്ക് ബാപ്പിക്ക് വേറെ പണിയില്ല, എന്ത് വൃത്തികേടാ നമ്മൾ നശിപ്പിച്ച് നിറകന്തലൊക്കെ ഇട്ട് അടിച്ച് കളയും പിള്ളേർ. അതുപോലത്തെ പിള്ളേരുള്ള. അപ്പോൾ ഹസ്ബൻഡിന്, ഭർത്താവിനും മക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഒരു നന്ദി പറയാണ് ഈ കലാകാരിയെ ഈ വേദിയിൽ എത്തിച്ചത്. നല്ല കലാകാരിയാണ് കേട്ടോ, നല്ല കലാകാരിയാണ്. ശരിക്ക് ഈ വേദിയിൽ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ വേദി ചിലപ്പോൾ ഒരുപാട് അവസരങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ ആകട്ടെ. നാക്കു പൊന്നായിരിക്കട്ടെ. ഓക്കെ പക്രു ചേട്ടാ. ശ്രമിച്ച് തികഞ്ഞൊരു കലാകാരിയായി. കാരണം പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ, അതായത് ഇപ്പം ആണുങ്ങൾ എങ്ങനെയാണോ അത് ടോണൊക്കെ പിടിച്ച് വളരെ കൺട്രോൾഡായിട്ട് പെർഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ബീന ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ജനപ്രതിനിധിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മിമിക്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് വോട്ട് പിടിക്കാനും അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്തും ഒക്കെ നമ്മളൊരു സ്റ്റാറായിട്ട് തന്നെ അങ്ങനെ തിളങ്ങി നിൽക്കാൻ സാധ്യതയുള്ളൊരു ഇതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി തന്നെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഗംഭീരം. ഓക്കെ പ്രജോദേട്ടാ. ബീന ചേച്ചി നന്നായിരുന്നു കേട്ടോ. കാര്യം സാധാരണ മിമിക്രിക്കാർ രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിക്കാറുണ്ട്, പക്ഷെ ചേച്ചി മിമിക്രിയും രാഷ്ട്രീയവും ഒന്നിച്ചു കൊണ്ടുപോവാണ്. ഇനിയും രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് ശോഭിക്കട്ടെ. അതുപോലെ മിമിക്രിക്കാർക്കൊക്കെ വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പിള്ളേർ പറയുന്ന പോലെ പുതിയ പുതിയ ഐറ്റംസും പുതിയ പുതിയ സൗണ്ടുകളായിട്ട് ഇനിയും വരണം. താങ്ക് യു സോ മച്ച്.